പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്രയും വലിയ പദവി റിഫാഅ് ശൈഖ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതിൽ തന്റെ ഭാര്യയ്ക്ക് വലിയ പങ്കുണ്ട്. എന്താ പങ്ക്? തന്റെ ഭാര്യയുടെ ദുസ്വഭാവത്തിന് ക്ഷമിച്ചതാണ്. ഭാര്യന്റെ സ്വഭാവം എന്താ? അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തീക്കൊള്ളി കൊണ്ടുവന്ന്, പൊട്ടിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളി കൊണ്ടുവന്ന് റിഫാഅ് ശൈഖിന്റെ ശരീരത്തിൽ ഇങ്ങനെ വെച്ചു പിടിപ്പിക്കും. തീയിങ്ങനെ ശരീരത്തിൽ വെച്ചു പിടിപ്പിക്കും. മാംസം വെന്തു, തൊലി കറുത്തു, ചർമ്മത്തിന്റെ ഈ തൊലിയുടെ അല്ലാഹു സൃഷ്ടിച്ച യഥാർത്ഥ കളർ കരിഞ്ഞുപോയി. ശരീരം മുഴുവനും ഒരു സ്ഥലവും ബാക്കിയില്ല. അടുപ്പിൽ കത്തുന്ന തീക്കൊള്ളി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചു പിടിപ്പിക്കുക. അവിടെ കരിഞ്ഞാൽ അതിന്റെ അപ്പുറം വെച്ച് പിടിപ്പിക്കും, അതിനപ്പുറം വെച്ച് പിടിപ്പിക്കും. അപ്പൊ ഇപ്പുറത്തേക്ക് എല്ലാ സ്ഥലത്തും ശരീരം മൊത്തം കരിഞ്ഞു, എല്ലാ സ്ഥലവും കരിഞ്ഞു. റിഫാഅ് ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആരാ ചെയ്യണത്? തന്റെ ഭാര്യ. അങ്ങനെ വെച്ച് പിടിപ്പിച്ച് കരിഞ്ഞ് 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 ശരീരം മൊത്തം കരിഞ്ഞ് ഒരു സ്ഥലവും ബാക്കിയില്ല. ശരീരം കളറ് വരെ കറുത്തുപോയി. ശരീരം പൊള്ളി കരിഞ്ഞാൽ എന്തായിരിക്കും കളറ്? ആ കളറിലായി റിഫാഅ് ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം റിഫാഅ് ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയും കൂടി തന്റെ ഒരു മുരീദും ഇരുന്ന് സംസാരിക്കുമ്പോ ഈ ഭാര്യ കണ്ട് പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോണു. അപ്പൊ റിഫാഅ് ശൈഖ് ശിഷ്യ എവിടേക്ക് ഈ പെണ്ണെങ്ങട്ടാ പോയത്? കുറച്ചു കഴിഞ്ഞപ്പോ ആ പെണ്ണ് അടുപ്പിൽ നിന്നൊരു തീക്കൊള്ളി ഇങ്ങനെ ഊരിക്കൊണ്ടുവന്നിട്ട് അതുമായിട്ട് വരുന്നുണ്ട്. റിഫാഅ് ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഈ പെണ്ണ് ഇരുന്ന് സംസാരിച്ചപ്പോ ഒരു 25 പൈസ വട്ടത്തിൽ ശരീരത്തിന്റെ യഥാർത്ഥ കളറ് എവിടെയോ ഒരു സ്ഥലത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. അതാ പെണ്ണ് കണ്ടതാ. എന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ യഥാർത്ഥ ശരീരത്തിന്റെ കളറ് 25 പൈസയുടെ വട്ടം ഉള്ള ഒരു 50 പൈസയുടെ വട്ടത്തിൽ ഒരു സ്ഥലം ബാക്കി നിൽക്കുന്നത് ഈ പെണ്ണ് കണ്ടുപോയി. ആ സ്ഥലം കരിച്ചു കളയാൻ വേണ്ടി അടുപ്പിൽ കത്തുന്ന തീക്കൊള്ളി കൊണ്ടുവന്നിട്ട് ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു. ശരീരം മൊത്തം കറുത്തുപോയി, വെന്തുപോയി. അപ്പൊ തന്റെ ശിഷ്യൻ ഇത് കാണാൻ കഴിയാത്തത് കൊണ്ട് വിഷമിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ബഹുമാനപ്പെട്ടവരെ, അങ്ങയുടെ ഭാര്യയുടെ ഈ കഷ്ടത എത്ര കാലമായി നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അവളെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? വഴിയാധാരമാക്കേണ്ട നല്ല ഒരു സംഖ്യ അവൾക്ക് കൊടുത്തിട്ട് അവളെ അങ്ങ് നമുക്ക് ഒഴിവാക്കാം. ഉസ്താദിന്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി തന്നേക്കാം, എന്റെ വകയായി തന്നേക്കാം. ആ പെണ്ണിന് നല്ല ഒരു സംഖ്യ കൊടുത്തിട്ട് അവളെ അങ്ങ് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, വേണ്ടടാ, അവിടെ നിന്നോട്ടെ. പിന്നെയും ഈ ശിഷ്യൻ നിർബന്ധിച്ചപ്പോ വേണ്ടാന്ന്, അവിടെ നിന്നോട്ടെ. ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ, കാണാൻ വയ്യ ഈ ദുരിതം എത്ര കാലമായി കാണാൻ തുടങ്ങിയിട്ട്. വേണ്ടടാ, അവിടെ നിന്നോട്ടെ. പിന്നെ ശിഷ്യൻ നിർബന്ധിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ഇറങ്ങടാ എന്റെ ഹദറത്തുനിന്ന്. കുറെ നേരമായി എന്റെ ഭാര്യനെ ഒഴിവാക്കാൻ. എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ ഭാര്യനെ ഒഴിവാക്കാനാണോ നീ എന്നെ ഉപദേശിക്കുന്നത്? അവളെ കൊണ്ടാണ് എന്റെ പദവി ഉയർന്നു കിട്ടുന്നത്. ചിന്തനീയ പ്രഭാഷണങ്ങൾ, ചാരുതയാർന്ന മധുഹശീലുകൾ, ചരിത്ര വ്യാഖ്യാനങ്ങൾ, ഖുർആൻ, ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. بك خير الخلق كل